നമ്മൾ ഇന്നലെ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഇടയൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയൻ എന്നുള്ള ഒരു വിഷയമാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഇടയൻ്റെ സ്നേഹത്തിൽ നമുക്ക് എങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എങ്ങനെ ആ സ്നേഹത്തിൽ നമുക്ക് വിശ്രമിക്കാനായി കഴിയും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്ത് ചിന്തിച്ചത്. ഹല്ലേലൂയ. ഇന്നലെ ആരും ഇല്ലായിരുന്നവർക്ക് വലിയ നഷ്ടമാണ്. നമുക്ക് കഴിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന് സ്വസ്ഥമായിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലർക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി ചിന്തകൾ, ഒത്തിരി ഭാരങ്ങൾ മനസ്സിലുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും അതല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? റെസ്റ്റ് ചെയ്യണം, വിശ്രമിക്കണം. നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ലാത്ത അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വിശ്രമിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കാത്തത്? ആ റീസണിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. എന്താണ് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോഴും എന്തൊക്കെ ചിന്തകളാണ് നമ്മളെ അലട്ടുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണല്ലോ, പല പല ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാകത്തില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം യേശുവിൻ്റെ ആടുകളാണ്. തൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുകയും തൻ്റെ ശബ്ദം കേൾക്കുകയും വേണം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ആർക്കും അനുഭവിക്കാനായി കഴിയുന്നില്ല, ശബ്ദവും കേൾക്കുന്നില്ല. എല്ലാവരും അല്ല, ഭൂരിഭാഗം ജനങ്ങൾ. അപ്പോൾ അതിനകത്ത് എന്തോ കുഴപ്പമില്ലേ അല്ലേ? നിങ്ങൾക്കറിയാമോ, ആടുകളെ വളർത്തുന്ന സ്ഥലത്തുണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ ഇടയന്മാരായിരിക്കും. ചില സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു 250 ആടുണ്ടെന്നിരിക്കട്ടെ. അയാൾക്കൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ ആടുകളൊക്കെ. തൊട്ടടുത്തൊരു ഇടയനാണ്, അയാൾക്കൊരു 500 ആട് ഉണ്ടെന്നിരിക്കട്ടെ. ഈ ആടുകളൊക്കെ കണ്ടാൽ നിറമെല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ആടിനെ ഇടയൻ തിരിച്ചറിയുന്നത്? ഇവരെ ഒന്നിച്ച് മേയ്ക്കാനായിട്ട് കൊണ്ടുപോവാം. ഒരാട് കൂട്ടം തെറ്റിപ്പോയെന്നിരിക്കട്ടെ, എങ്ങനെയായിരിക്കും തിരിച്ചറിയുക? ആ ആടിൻ്റെ കൂട്ടത്തായി ദാണ്ടെ അപ്പുറത്തെ കൂട്ടത്തിൽ നിന്ന് ഒരാട് ഇപ്പുറത്ത് വന്നു. എങ്ങനെ അറിയും? 250 ആടും അവിടെ 500 ആടും ഉണ്ടെന്ന് ഓർക്കണം. ഒരേ കളറാണ്, ഒരേ വലിപ്പമാണ്. നിങ്ങൾ ഈ ചെമ്മരി ആടുകളെയൊക്കെ കണ്ടിട്ടില്ലേ? ഭയങ്കര രസമാണ് അവരെ കാണാൻ. കണ്ടിട്ടുണ്ട്? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഫോട്ടോയിലെങ്കിലും. സിസ്റ്റർ കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നിറയെ രോമങ്ങളൊക്കെ ആയിട്ടുള്ള ആടുകളാണ്. അതിനെയൊക്കെ കണ്ടാൽ ഒരു 10 ആടിനെ കണ്ടാലും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആടുകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഒരിടയൻ? ശബ്ദം കൊണ്ട്, ആടുകളുടെ ശബ്ദം കൊണ്ടാണ്. ഇടയൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആട് വരും. ഓക്കെ, അങ്ങനെയാണോ ബ്രദർ പറയുന്നത്? വേറെ എന്തെങ്കിലും? ശബ്ദം കേൾക്കുമ്പോൾ ആട് വരും. ഇനിയിപ്പോൾ ആടിന് തോന്നുകയാണ് ഈ കൂട്ടമാണ് നല്ലത്, ഈ 500ൻ്റെ കൂട്ടം ഇവിടെ നിന്നേക്കാൻ തോന്നിയത്. അങ്ങനെ നിൽക്കില്ല എന്നാണ് പറയുന്നത്. ഈ ആടുകളെ വളർത്തുന്നവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ആടുകൾ പച്ചിലയൊക്കെ തിന്നാൻ പോകുന്ന സമയത്ത് അതിൽ ഒത്തിരി കീടങ്ങളുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? പച്ചിലയിലിരിക്കുന്ന പുഴു അല്ലേ, വിട്ടിൽ, അങ്ങനെയുള്ള ജീവികളെയൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഈ ആടിൻ്റെ മുടിയുടെ ഇടയിലോട്ട് കയറിയിട്ട് ഈ തലയിട്ടല്ലേ ഇതിങ്ങനെ തിന്നുന്നത്. ആ സമയത്ത് ഈ തലയിൽ കയറിയിട്ട് അതിനെ ഉപദ്രവിക്കുകയും അതിന് ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു കീടനാശിനി പോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഈ കീടങ്ങൾ വരരുത് എന്ന് ഓർത്തിട്ട് ഇടയൻ ഒരു ഓയിൽ ഈ ആടിൻ്റെ തലയിൽ തേക്കും. ഇങ്ങനെ ഓയിൽ തേക്കുന്ന സമയത്ത് ഓരോ ഇടയനും അവരുടേതായ ഒരു ഫ്ലേവർ ചേർക്കാറുണ്ട്. ആടുകളെ വളർത്തുന്ന ഒരു ഫ്ലേവർ, മനസ്സിലായോ? ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ മണം. മനസ്സിലാവാനാ? മുല്ലപ്പൂവിൻ്റെ മണം അവിടെ തേക്കുന്നതല്ല, മുല്ലപ്പൂവിൻ്റെ മണം, സാൻഡലിൻ്റെ സ്മെല്ല്, മനസ്സിലായുണ്ടോ? ചന്ദനത്തിൻ്റെ അതിനൊരു പ്രത്യേക മണമില്ലേ? ഇനി റോസ് ഫ്ലവറിനാണെങ്കിൽ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ടല്ലേ?
അതുപോലെ ഒരു സ്മെൽ അല്ലെങ്കിൽ ഒരു സുഗന്ധവർഗം അവർ ഉപയോഗിക്കുന്ന ഈ എണ്ണയിൽ കൂടെ അവരെന്ത് ചെയ്യും? ചേർക്കും. ഈ എണ്ണയാണ് എന്ത് ചെയ്യുന്നത്? ഈ ആടുകളുടെ തലയിൽ തേച്ചു വിടുന്നത്. എല്ലാ ദിവസവും എണ്ണ ഇങ്ങോട്ട് എടുത്തിട്ട് ഓരോ ആടിൻ്റെ തലയിലും തേച്ചു വിടും. ഈ സ്മെല്ല് ഈ ഇടയൻ വളർത്തുന്ന നായ്ക്കളുണ്ട്, അതിന് കറക്റ്റായിട്ട് അറിയാം. ഈ ആടിൻ്റെ തലയിൽ തേക്കുന്ന ആ സ്മെല്ല്. കാരണം നിങ്ങൾക്കറിയാമോ, ഈ വേട്ട നായ്ക്കളൊക്കെ, പോലീസ് നായ്ക്കൾ അറിയല്ലോ അല്ലേ, ഇവർ ഈ സ്മെല്ല് ഇങ്ങനെ കൊടുത്താൽ ഈ സ്മെല്ലുള്ള സാധനങ്ങൾ എവിടെ ഉണ്ടെന്ന് പോയി തപ്പി കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഈ കേസൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ നായ്ക്കൾ പോയിട്ട് എവിടെയെങ്കിലും ഈ ആട് മിസ്സായാൽ ഈ സ്മെല്ലുള്ള ആടിനെ മണത്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഓയിലിൽ കൂടി ചേർക്കുന്ന ആ സുഗന്ധദ്രവ്യമാണ് അതിനെ സഹായിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ എല്ലാം തലയിൽ ഒരു ഓയിലുണ്ട്. ഏത് ഓയിലാണ്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന തൈലത്താൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എങ്ങാനും ഇനി ഈ തീറ്റ തേടി പോകുന്ന അനുഭവങ്ങൾ പോലെ എവിടെയെങ്കിലും പോയി കുരുങ്ങിയാലും പ്രാണികൾ വന്ന് നമ്മളെ ഉപദ്രവിക്കരുത്. വേറൊന്ന്, സ്വർഗീയ ദൂതന്മാർക്കും പിതാവായ ദൈവത്തിനും കണ്ടുപിടിക്കാൻ കഴിയണം നമ്മൾ എവിടെ ആയിരുന്നാലും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ, ആ തൈലത്തെ നമ്മുടെ മേൽ പകരുന്നത്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടപ്പെട്ടിരിക്കുന്ന വീണ്ടെടുപ്പ് നാളിനായി. ഹല്ലേലൂയ. ഒരു മുദ്ര നമുക്കുണ്ട്. ഇന്ന ഇടയൻ്റെ ആടുകളാണ് നമ്മൾ എന്ന് അറിയുന്നതിലേക്ക് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ പിശാചിൻ്റെ മക്കൾക്ക് പിശാച് ഒരു മുദ്ര വെച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ വഴിയൊക്കെ വെളിപ്പെടും. 666 ഒക്കെ വെളിപ്പെടുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും, ആരുടേതാണ് പിശാചിൻ്റെത്, ആരുടേതാണ് ദൈവത്തിൻ്റെതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എല്ലാം കൂടി ഇടകലർന്നിരിക്കുന്ന അവസ്ഥയാണ് എല്ലാ ആടുകൾ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇടയൻ്റെ സ്നേഹത്തെ അറിയണ്ടേ, ഇടയൻ്റെ കാവലിനെ അറിയണ്ടേ, ഇടയൻ്റെ ശബ്ദം കേൾക്കണ്ടേ നമുക്ക്. അതിനുവേണ്ടി നമുക്ക് ഇന്നൊന്ന് പരിശീലിച്ചാലും. ഇന്ന് പ്രാക്ടിക്കൽ ക്ലാസ് ആയാലും എല്ലാ ദിവസവും തിയറിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കണ്ടേ നമുക്ക്? കേട്ടേ മതിയാവും. ഒരു പാട്ടിങ്ങനെയാണ് പാടുന്നത്, ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നാം മാറണം, ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നാം മാറണം. ഹല്ലേലൂയ. ഒരു കുഞ്ഞാടായി മാറാമോ? ഹല്ലേലൂയ. കുഞ്ഞാടായി മാറാമോ? ആ കയ്യിൽ ചേർന്നിരിക്കാമോ? എവിടെയെങ്കിലും ഓടിക്കളയരുത്. ആ സ്നേഹം അറിയണമെങ്കിൽ യേശുവിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞാടിരിക്കുന്ന പോലെ നമ്മൾ ചേർന്നിരിക്കാനായിട്ട് ഇടയായി തീരണം. നമുക്കൊരു 5 മിനിറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ ദൈവസന്നിധിയിലൊന്നും സ്വസ്ഥതയോടെ ഇരിക്കാൻ കഴിയില്ല അല്ലേ? ഒന്നും കഴിയില്ല. ഒന്നുകിൽ ചിന്തകൾ, അല്ലെങ്കിൽ പിശാച് നമ്മളെ സമ്മതിക്കും. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് ഒരു 5 മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവരിയ്ക്കും. അയ്യോ, കൈയെടുത്ത് അവിടെ വെക്കുന്നാണ്ട് അവിടെ ഒരാളിരിക്കുന്നു. ആതിര ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. കൈ അവിടെ വെക്കുന്നു അല്ലേ, പുസ്തകം എടുക്കുന്നു, ബുക്ക് എടുക്കുന്നു, കളിക്കുന്നു. ഒരു റെസ്റ്റ്ലെസ്സാണ്. പിന്നെ നമ്മൾ എന്താണ് ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്? കുറച്ചുകൂടെ മുതിർന്നുകൊണ്ട് അങ്ങ് കൺട്രോൾ ചെയ്ത് ശരീരം വെച്ചിരിക്കുകയാണ്, പക്ഷെ മനസ്സ് ഇവിടങ്ങുമല്ല, മനസ്സുണ്ടാവില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വീട്ടിലിരിക്കുമ്പോൾ ഇന്ന് മുതലൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ ശരീരം എത്ര നേരം മിണ്ടാതിരിക്കുന്നു. ആദ്യം ശരീരത്തെ മിണ്ടാതിരുത്തിയാലല്ലേ മനസ്സിനെ മിണ്ടാതിരുത്താൻ പറ്റും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശരീരം മിണ്ടാതിരിക്കുമോ? നമ്മുടെ മിണ്ടാതിരിക്കും. എത്ര പ്രാവശ്യം മൊബൈലിൽ നോക്കുമോ? ഇല്ല. മാറ്റി വയ്ക്കുമോ? ശരി, മാറ്റി വയ്ക്കുന്നവർക്കായി നന്ദി. പിന്നെ വേറെ എന്തെങ്കിലും പ്രവൃത്തി എവിടെ വന്നാൽ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലത്ത് നിന്നല്ലേ. ശരീരവും ചിലപ്പോൾ റെസ്റ്റ് ചെയ്യില്ല. പിന്നെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ കയറി വരും പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ? പ്രാർത്ഥിക്കാൻ അങ്ങ് തുടങ്ങുക, യേശുവേ എന്ന് പറഞ്ഞ് തുടങ്ങി 2 പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ചിന്ത വന്നു. ഇടയൻ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുക കുഞ്ഞാടിനോട്. ആട് താണ്ടെ വേറെ എവിടെയോ ആടിൻ്റെ ഇഷ്ടത്തിന് ഓടി.
അപ്പം എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് ഇടേൻ്റെ ശബ്ദം കേൾക്കണം. പക്ഷെ കേൾക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സൊരു സ്വസ്ഥതയിലേക്ക് വരാത്തതുകൊണ്ടാണ്. സത്യമായിട്ട് മനസ്സ് സ്വസ്ഥതയില്ലെങ്കിൽ എങ്ങനെയാണ് കേൾക്കാനായിട്ട് കഴിയുക? നമുക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ നമ്മൾ കണ്ണടച്ചാലും എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്? നമ്മൾ നോക്കാനായിട്ട് പോവാണ്, കണ്ണടച്ച് ഒരു മിനിറ്റ് ഇരിക്കാൻ പോവാണ്. ആരും ഇരുന്ന് ഉറങ്ങിക്കളയരുത്, കണ്ണടയ്ക്കാൻ പറയുന്നു. സിസ്റ്റർ കണ്ണടയ്ക്കാൻ പറഞ്ഞല്ലേ, തക്ക അവസരമാണ് ഉറങ്ങാന്ന് വിചാരിക്കരുത്, ഉറങ്ങരുത്. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ഒരു മിനിറ്റ് കണ്ണടച്ചേ, എന്നിട്ട് ഒരു മിനിറ്റ് മൗനമായി ഇരിക്കുന്നേ. ഞാൻ പറയുന്നവർ ആദ്യം കണ്ണടച്ചേ എല്ലാവരും. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇനി എല്ലാവരും കണ്ണുറന്നേ. അതിൽ ഉറങ്ങിയവർ എത്ര പേരാണ്? ആരുമില്ല. കണ്ണടച്ചപ്പോൾ ഇരുട്ട് മാത്രം കണ്ടവർ എത്ര പേരുണ്ട്? നമ്മുടെ ആത്മീക ലെവലൊന്ന് നോക്കുവാൻ ആരുമില്ല. കണ്ണടച്ചപ്പോൾ ചിന്തകൾ വന്നത് എത്ര പേർക്കുണ്ട്? എന്താ നിങ്ങൾ ചിന്തിച്ചേ? കണ്ണടച്ചപ്പോൾ ഒന്നും ചിന്തിച്ചില്ലേ, വെറുതെ ഇരുന്നു. രാജു ബ്രദറിനോട് ചോദിക്കാം, എന്താ കണ്ടേ? പ്ലാറ്റ്ഫോം അതാണ് മൺതറയാണ് കണ്ടത്. ഓക്കെ, ശരി. വേറെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടവരുണ്ടോ? വെളിച്ചം, വെളിച്ചം കണ്ടു. വേറെ എന്തുവാണ്? ബ്ലൂ കളറിലെ വെളിച്ചം കണ്ടു. തോന്നാം. വേറെ എന്തെങ്കിലും? എന്താണ് സിസ്റ്റർ? എന്താണ്? ആകാശത്തിന്റെ നീല നിറം പോലെ. അങ്ങനെ കണ്ടു. ഇത്രയും പേരാണ് കണ്ടിട്ടുള്ളത്, വേറെ ആരും ഒന്നും കണ്ടിട്ടില്ല അല്ലേ? സ്തോത്രം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഇതെല്ലാം നമ്മൾ പരിശീലിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ബ്രദർ ഒരു ഗ്രൗണ്ട് കണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു തരിശായ ഭൂമി അല്ലേ, ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥ പോലെ, വെറുതെ ഒന്നുമില്ലല്ലേ, ഇതിൽ ഒന്നുമില്ല, ശൂന്യമായ ഒരു ഭൂമി പോലെ കണ്ടു. ഇതെല്ലാം വിഷൻസിൻ്റെ തുടക്കമാണ് ശരിക്കും, ഇങ്ങനെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന രണ്ടുപേരും ഒരു നീല വെളിച്ചം കണ്ടിട്ടുണ്ട്. അതിൽ ഒന്നിലൊരു ഏഞ്ചലാവാം, ബ്ലൂ കളറിലെ ഏഞ്ചൽസിൻ്റെ ആ വെളിച്ചമായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ എന്താണ് കാണുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ചിലർക്കൊന്നും കാണത്തില്ല, ഒരു ഇരുട്ട് പോലെ കാണും. ഒരു ആത്മീയമായിട്ട് ഒട്ടും വളരാത്തതുകൊണ്ടാണ് ഒന്നും നമുക്ക് കാണാനായി പറ്റാത്തത്. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് നമ്മളിത് കാണുന്നത്, ഈ കണ്ണുകൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ഐസ് എന്ന് പറയും, അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. നമുക്ക് പലപ്പോഴും ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ കാണാൻ പറ്റാത്തത് നമ്മൾ ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മുഴുവൻ ഈ കണ്ണുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം, എന്നാലേ വിളിയാനുള്ള ആശ എന്നതാണെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ മഹിമാധനം എന്താണെന്നും ഒക്കെ പിടികിട്ടത്തുള്ളൂ. അകത്തെ കണ്ണ് നമുക്ക് തുറക്കാനായിട്ടേ കഴിയുന്നില്ല, മുഴുവനും പുറത്തെ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് രസം തരുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, പുറമേയുള്ള കാര്യങ്ങൾ നമ്മളെ എത്രത്തോളം രസിപ്പിക്കുന്നോ അത്രത്തോളം നമ്മളതിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഒരിക്കലും ദൈവവചനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സന്തോഷിക്കാനും കഴിയത്തില്ല, അതിൽ നിന്നൊന്നും കാണാനും കഴിയത്തില്ല, കേൾക്കാനും കഴിയത്തില്ല. ഞാനിപ്പോൾ ഒരു സംഭവം നിങ്ങളോട് പറയുകയാണ്. ദാവീദിൻ്റെ തലയിൽ എണ്ണ പകരുന്നു. ഒന്ന് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു അനോയിൻറ്റിങ് പകരുവാണ്. ദാവീദിനെ അഭിഷേകം ചെയ്ത ആരാണ്? ശമൂവേൽ. ശമൂവേൽ വരുന്നു, ദാവീദിനെ അഭിഷേകം ചെയ്തു. അങ്ങനെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? മനസ്സിൽ സങ്കല്പിക്കാനായിട്ട് കഴിയും? കണ്ടോ നിങ്ങൾ? എത്ര പേര് കണ്ടു? ദാവീദിനെ കണ്ടോ?
ശമൂവേലിനെ കണ്ടോ? എണ്ണ തലയിൽ വീഴുന്ന കണ്ടോ? കണ്ടു. അയ്യോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണണം. അതിനെന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ഇതിനകത്തുള്ള കാര്യം കാണണമെങ്കിൽ അങ്ങനെയല്ലേ പറ്റൂ. നമ്മളൊരു ബൈബിളിലെ ഒരു ഭാഗം പഠിക്കുമ്പോൾ അതിനെപ്പോഴും പിക്ചറൈസ് ചെയ്ത് നമ്മൾ കണ്ടത് പഠിക്കണം. നമ്മുടെ മനസ്സിലത് ഒരു പിക്ചർ പോലെ പതിയണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ വെറുതെ വായിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്ന് നോക്കിയേ, മണ്ണെടുത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ആ മൂക്കിലേക്ക് സർവശക്തനായ ദൈവം ജീവശ്വാസം ഊതുന്നത്, ആ ഏദൻ തോട്ടം, അവിടുത്തെ സാന്നിധ്യം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുമോ? എവിടെ കാണാനായിട്ട്? 7:30-ക്കുള്ള സീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമായിരിക്കും. 8 മണിക്കുള്ള ഏതാണ്, 8:30-ക്കുള്ള ഏതാണ്, അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിലെ കഥാപാത്രങ്ങൾ ആരാണ്, അതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. കഥ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഇതാണ് പ്രശ്നം. ഇതാണ് ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ദൈവശബ്ദവും കേൾക്കാൻ പറ്റുന്നില്ല. ദൈവം എന്തെങ്കിലും കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊട്ട് കാണാനും പറ്റും. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കയറി കിടക്കുവാണ്. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്, വൈകുന്നേരം ദോശയ്ക്കുള്ള മാവ് അരച്ചില്ല, പുട്ടുണ്ടാക്കി. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നാളെ രാവിലെ കറിക്ക് അരിഞ്ഞിട്ടില്ല, പച്ചക്കറി മേടിച്ചിട്ടില്ല, അരിയില്ല, പുളിയില്ല, പപ്പടമില്ല, സാമ്പാറിൻ്റെ പൊടിയില്ല. മൊത്തം പ്രശ്നമാണ്. നമ്മൾ ഈ ചിന്തിക്കുന്നത് മുഴുവൻ പല കാര്യങ്ങൾ നമ്മുടെ ഭാവിയെ പറ്റിയുള്ളത്, തൊട്ടടുത്ത ദിവസത്തേക്കുള്ളത്. ഇനിയിപ്പോൾ സാമ്പത്തികമായി ബാധ്യതയുള്ളവരാണെങ്കിൽ ആ കടം എങ്ങനെയായിരിക്കും തീർക്കുക, ഈ കടം എങ്ങനെ തീർക്കും, എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള പ്രതിസന്ധികൾ. ഈ ജോലിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരാണെങ്കിൽ ദിവസത്തിൽ ഒരു 10-20 പ്രാവശ്യം ആ ജോലിയെ പറ്റിയുള്ള ചിന്തകൾ. എന്തായിരിക്കും എൻ്റെ കാര്യം, എനിക്ക് ഏത് ജോലിയായിരിക്കും കിട്ടുക, ഇനി തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങളുള്ളവരാണെങ്കിൽ എൻ്റെ തലമുറയുടെ അവസ്ഥ എന്താവും, അവരുടെ കാര്യം എന്താവും, ഇത് തന്നെ ചിന്ത. ഒരു രക്ഷയില്ല നമുക്ക്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്തോളം കാലം ഒന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനോ ദൈവത്തിൽ നിന്ന് കേൾക്കാനോ കഴിയുകയില്ല. മനസ്സ് റെസ്റ്റ്ലെസ്സാണ്, ഒരു റെസ്റ്റ് ചെയ്യുന്നില്ല മനസ്സ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പഠിപ്പിച്ചത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യണം. ആ ലവിൽ ദാവീദ് അങ്ങനെയൊക്കെ റെസ്റ്റ് ചെയ്തിരുന്ന മനുഷ്യനാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും സങ്കീർത്തനങ്ങളെല്ലാം എഴുതി ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞിരുന്നത്? ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നും എല്ലാത്തിനും ദൈവം മതിയായവനാണെന്നും ഉറച്ച വിശ്വാസവും ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിയുകയും ആ സ്നേഹത്തിൽ താൻ വിശ്രമിക്കുകയും ചെയ്തു. അല്ലേ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പ്രശ്നമില്ലാത്ത ഒരാൾ കൈവക്കിക്കുക, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള. എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ ആരുമില്ല. അങ്ങനെ ആരുമില്ല. പ്രശ്നങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. എന്നാൽ ഇതിന് മധ്യത്തിലും എല്ലാത്തിനെയും ജയിച്ച് നമ്മൾ നടക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിതിന് ഒന്നിനും കഴിയില്ലെന്ന് തോന്നിയാൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് നിരാശയാണ്. മനസ്സ് നിരാശ വന്നിട്ട് മുഴുവനും ശൂന്യമായ ഒരവസ്ഥ പോലെ തോന്നും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എൻ്റെ ജീവിതം എന്തായി തീരുമെന്നുള്ള ഉത്കണ്ഠ, അത് നിമിത്തം നമ്മൾ തളർന്നു പോകും. നമുക്ക് പ്രാർത്ഥിക്കാൻ പലപ്പോഴും കഴിയില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം മനസ്സിൻ്റെ തളർച്ചയാണ്. മനസ്സ് തളർന്നാൽ ശരീരം തളരും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തളർന്നു പോകുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് എപ്പോഴും പറയും, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. അത് കേൾക്കാനായിട്ട് നിങ്ങളുടെ ചെവി തുറക്കട്ടെ. ഹല്ലേലൂയ. അത് കേൾക്കാനായിട്ട് ദൈവം അകത്തെ മനുഷ്യന്റെ ചെവി തുറന്നു തരട്ടെ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആ ശബ്ദം നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകണമെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ കടം മാറില്ല,
നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരില്ല, നിങ്ങളുടെ മക്കളുടെ ജീവിതം ശരിയാവില്ല നിങ്ങൾ ചിന്തിച്ചെന്ന് പറഞ്ഞ് നിങ്ങളത് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളുടെ എല്ലാ പരിഹാരം ദൈവം വരുത്തും. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ഒരു സമയത്ത് ഞാൻ ആയിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, സകല പ്രശ്നത്തിൻ്റെയും സൊല്യൂഷൻ ഞാനാണ്. ഹല്ലേലൂയ. അതിൻ്റെ സൊല്യൂഷൻ്റെ കാരണക്കാരൻ ഞാനല്ല. കാരണക്കാരൻ ആരാണ്? പിശാചാണ്. എന്നാൽ സകലത്തിൻ്റെ സൊല്യൂഷൻ ഞാനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പാപം ഉണ്ടാകുന്നതിന് മുമ്പേ പാപത്തിൻ്റെ പരിഹാരമാണ് ദൈവം ആദ്യം കണ്ടത്. ശരിയാണോ? മനുഷ്യൻ പാപിയാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായി യേശുവിനെ മാറ്റിയെങ്കിൽ സൊല്യൂഷൻ അല്ലേ ആദ്യം ഉണ്ടായത്? ഹല്ലേലൂയ. ആദ്യം പരിഹാരം ഉണ്ടായത്. അതുപോലെ നമ്മുടെ എല്ലാം പ്രശ്നങ്ങളുടെ പരിഹാരം ആത്മമണ്ഡലത്തിൽ ആദ്യമേ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. പിന്നെയാണ് ഈ പ്രശ്നം വരുന്നത്. പ്രശ്നം വരുമ്പോൾ അപ്പം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. പരിഹാരം വരാൻ പോവാണല്ലോ. പ്രശ്നം വന്നാൽ പരിഹാരം നേരത്തെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. പ്രശ്നം ഉണ്ടാക്കുന്നത് പിശാചാണെങ്കിലും പരിഹാരം ആത്മമണ്ഡലത്തിൽ നിൽക്കുവാണ്. അത് വന്നാൽ മതി. ഹല്ലേലൂയ. അത് നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഭാരത്തെ കർത്താവിന്റെ കാൽക്കലിട്. ഹല്ലേലൂയ. ഇനി എനിക്ക് ആ ഭാരമില്ല. ഞാൻ ഏത് ഭാരത്തിനാണോ ആകുലപ്പെട്ടത്, ഏത് ഭാരത്തെ ചൊല്ലിയാണോ വിഷമിച്ചത്, ഏത് ഭാരത്തെ ചൊല്ലിയാണോ നിരാശപ്പെട്ടത്, ഇന്ന് ഞാനത് കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുകയാണ്. ഇനി അതെന്റെ കയ്യിലില്ല, ഇനി അതെന്റെ ജീവിതത്തിലില്ല, അതിനി എന്റെ പാതയിലില്ല. ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. ഞാൻ ഇനി ആ ഭാരവും കൊണ്ട് നടക്കത്തില്ല. പിശാചിന്റെ പോരാട്ടങ്ങളായാലും രോഗങ്ങളായാലും ഭാവിയുടെ മേൽ കിടക്കുന്ന ചില ദുഷ്ടന്റെ കണ്ണികളായാലും ദൈവം നിങ്ങളെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അതിന്റെ പരിഹാരം ആത്മമണ്ഡലത്തിലുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. അത് വരട്ടെ. ഇന്ന് ആ വിഷയങ്ങളെല്ലാം എടുത്തിവിടെ കളഞ്ഞിട്ടേ പോവാമോ? നിങ്ങൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് പേപ്പറെല്ലാം വാരി കളയുന്ന പോലെ ഇന്ന് ആ ഹൃദയത്തിൽ എന്തെല്ലാം വേദനകളാണോ ഉള്ളത്, എന്തെല്ലാം നിരാശകളാണോ ഉള്ളത്, എന്തെല്ലാം ഭാരങ്ങളാണോ ഉള്ളത്, അതിനെല്ലാം എടുത്തും കളഞ്ഞേ. നിങ്ങളുടെ ആ വിഷയങ്ങളെ നിങ്ങൾ അങ്ങോട്ട് കയ്യിലെടുത്തേ. ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങൾ. എടുത്തോ കയ്യിൽ എടുത്തോ. നിങ്ങളുടെ കടവോ നിങ്ങളുടെ ഭാരങ്ങളോ എന്ത് വിഷയം കയ്യിലെടുത്തോ. നമ്മൾ എന്തായാലും ഒരു പ്രൊഫറ്റിക് ആക്ട് പോലെ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിനെ ഒരു എറിഞ്ഞ് നിങ്ങളുടെ കൈ കൊണ്ട് ദൂരേക്ക് അങ്ങ് എറിഞ്ഞ് അത് പോട്ടെ. ആ വിശ്വാസമുള്ളവർ ചെയ്തോ. അതിനെ കളഞ്ഞേരെ. ഹല്ലേലൂയ. ആ ഭാരങ്ങളെ കളഞ്ഞേരെ. ഹല്ലേലൂയ. ഇന്ന് മുതൽ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കില്ല. പറയും, ഇന്ന് മുതൽ ഞാൻ കളഞ്ഞതിനെ പറ്റി ഞാൻ ചിന്തിക്കില്ല. ഓക്കെ? കളഞ്ഞതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുമോ? നീ ഇപ്പോൾ കളഞ്ഞിട്ട് പോവാൻ നേരം വീണ്ടും അത് എടുക്കരുത്. ഇപ്പോൾ കളഞ്ഞത് പോകാൻ നേരം നിങ്ങൾ എടുക്കരുത്. ഇപ്പോൾ ആ ഭാരത്തെ നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. ആ രോഗത്തിൻ്റെ ഭാരത്തെ, സകല ദുഷ്ടന്റെ പ്രവൃത്തികളെയും നമ്മൾ പുറത്തേക്ക് എറിഞ്ഞു. നിങ്ങൾ ആ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഇന്ന് കർത്താവിൻ്റെ കാൽ കീഴിൽ അതിനെ വെച്ചിട്ട് അവിടെ നിന്ന് സൗഖ്യം വേണ്ടവർ സൗഖ്യം എടുത്തോണം, വിടുതൽ വേണ്ടവർ വിടുതൽ സ്വീകരിച്ചോളണം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. രക്തസ്രാവമുള്ള സ്ത്രീ 12 വർഷം ഏറിയ വൈദ്യന്മാരാൽ ചികിത്സ തേടി, തളർന്നിട്ടുണ്ടാകും. തൻ്റെ കയ്യിലുള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചു, ഒരു രക്ഷയുമില്ല. അവസാനം അവൾ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും, ഞാൻ സൗഖ്യമാകും. പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും, ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും. വിശ്വാസം ഹൃദയത്തിൽ വന്നു, അത് വായ് കൊണ്ട് പറഞ്ഞു, താൻ അത് ചെയ്തു, താൻ സൗഖ്യമായി. ഹല്ലേലൂയ. യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ തുമ്പിൽ തൊട്ടപ്പോൾ യേശു അറിയാതെ ശക്തി പുറപ്പെട്ടു വന്നു. അത്രയും വിശ്വാസത്തോടു കൂടിയ ഒരു തൊടിയിലായിരുന്നു അത്. യേശു ചോദിക്കുക, ആരാ എന്നെ തൊട്ടത്? ശിഷ്യന്മാർ അറിയുക, ഇത്രയും പേര് ഈ ജനക്കൂട്ടത്തിനിടയിൽ തിങ്ങി നടക്കുമ്പോൾ എല്ലാവരും അങ്ങേ തൊട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെയുള്ള തൊടിയിലല്ല, വിശ്വാസത്തോടു കൂടി ആരോ എന്നെ തൊട്ടു. ഹല്ലേലൂയ. ആ തൊടിയിലിൽ യേശു ഒന്നും മിണ്ടാതെ ശക്തി പുറപ്പെട്ട് സൗഖ്യം നടന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്,
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വേദന എല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറയ്ക്കുക. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ നിറഞ്ഞിട്ട് പറ, ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുക്കലാ വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം എൻ്റെ യേശുവിൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു കുഞ്ഞാടിനെ പോലെ ആ മാറോട് ചേർന്നിരുന്ന് ആ സ്നേഹം നുകരാം. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരിക്കൽ കർത്താവ് എന്നെ ഒരു വിഷൻ കാണിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മനോഹരമായ ഒരു പൂവിൽ ഒരു ബട്ടർഫ്ലൈ, ഒരു ചിത്രശലഭം വന്നിരിക്കുവാണ്. ഇരുന്നിട്ട് അതിൻ്റെ വളരെ നീളമുള്ള ഒരു ട്യൂബ് പോലെയുള്ളൊരു കാലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിനെ പതിയെ ആ പൂവിനകത്തിട്ട് ആ തേൻ അതിങ്ങനെ കുടിക്കും. എന്നാൽ നമ്മുടെ കയ്യിൽ ആ പൂ തന്നിട്ട് തേൻ എടുക്കാൻ പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് റോസാപ്പൂ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അതിനകത്തൊന്ന് തേനെടുത്ത് തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? നമ്മൾ മുഴുവൻ ഏതളും മാറ്റിയാലും നമുക്കൊന്നും തേൻ കിട്ടത്തില്ല. ചെമ്പരത്തി പൂവിനകത്ത് തേനുണ്ട്, പക്ഷേ നമുക്ക് തേൻ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതും ബട്ടർഫ്ലൈക്ക് മാത്രം, അല്ലെങ്കിൽ ചിത്രശലഭത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ചില സമയത്ത് നമ്മുടെ ഇവിടെ വാഴയൊക്കെ ഉണ്ട്. വാഴയിൽ വവ്വാൽ വന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തേൻ കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് വളരെ മനോഹരമായി വാഴക്കൂമ്പെന്ന് പറയില്ലേ, അതിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ പോളകൾക്കുള്ളിലിരിക്കുന്ന ആ പൂവിൽ നിന്ന് തേന് മനോഹരമായി എല്ലാം ഓരോന്നായിട്ട് അത് കുടിക്കും. നമ്മളോട് പറഞ്ഞാൽ നമ്മളിങ്ങനെ, നിങ്ങൾ വാഴയുടെ തേനൊന്നും ആരും കുടിച്ചിട്ടില്ലേ? നിങ്ങൾ വാഴ കണ്ടിട്ടേ ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. വാഴയുടെ നമ്മൾ ഈ കുഞ്ഞുനാളിലൊക്കെ നമുക്കിതാണ് പരിപാടി. ഈ വാഴയുടെ ഇത് എടുത്തിട്ട് തേനെടുത്ത് ഇങ്ങനെ കുടിക്കത്തില്ല, അതിലിരിക്കുന്ന തേന്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത ഉടനെ ആ തേൻ തുള്ളി അങ്ങ് താഴെ പോകും, നമുക്ക് കിട്ടത്തില്ല. വവ്വാൽ കുടിക്കും. അങ്ങനെയാണ് നമ്മളെ കുഞ്ഞുനാളിൽ കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വാഴ അറിയില്ല, വാഴപ്പോളെ അറിയില്ല. ആതിരയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? അതാണ്, അറിയത്തില്ല അവർക്ക്. എൻ്റെ മക്കളോട് ചോദിച്ചാൽ അവർക്ക് ഒരു പിടുത്തവും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം വാഴയും വാഴയുടെ കൂടെയും എല്ലാം പോയി. അപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഒത്തിരി മാറിപ്പോയി. അതുകൊണ്ട് പ്രകൃതിയുമായിട്ടൊക്കെ നമ്മൾ ഒത്തിരി അകന്നാണ് ഇരിക്കുന്നത്. പ്രകൃതിയുമായിട്ട് അകന്നാലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലാതിരുന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം എന്നെ കാണിച്ച ആ ഒരു വിഷനാണ്. അപ്പോൾ അതുപോലെ മാത്രമേ സ്നേഹം നുകരാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ പൂമ്പാറ്റയ്ക്ക് മാത്രമേ പൂവിൽ നിന്ന്, അല്ലെങ്കിൽ ചില വണ്ടുകൾക്ക് തേനീച്ച, ഇതിനൊക്കെ പ്രത്യേക ഒരു കഴിവാണ് തേൻ നുകരാനായിട്ട്. അതുപോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യേക ഒരു കഴിവാണ് ആ പൂവിലിരുന്ന് പൂമ്പാറ്റ തേൻ നുകരുന്ന പോലെ ആഴത്തിൽ നിന്ന് തേനെടുക്കാൻ. ഹല്ലേലൂയ. ആ കഴിവിനെ നിങ്ങൾ ഉപയോഗിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ ഒരു പൂമ്പാറ്റ പൂവിനെ വേദനിക്കാതെ അതിലിരുന്ന് തേൻ നുകരുന്ന പോലെ അപ്പൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നിട്ട് ആ ഹൃദയത്തിനകത്തുള്ള സ്നേഹം എനിക്കറിയണം. നിനക്കറിയാമോ, എത്ര പേരാണ് ഹൃദയത്തിൽ മുറിവേറ്റവർ എന്നെ കേൾക്കുന്നത്? യൂട്യൂബിൽ എന്നെ കാണുന്നവരും ഉണ്ടാകാം. ഹൃദയം മുറിവേറ്റവരാ. ഒത്തിരി ആൾക്കാർ വേദനിപ്പിച്ചത് മുഖാന്തരം, ജീവിതത്തിൽ വന്ന കയ്പുകൾ മുഖാന്തരം, തലമുറകളുടെ മേൽ കിടക്കുന്ന കയ്പുകൾ മുഖാന്തരം, മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം, സഹോദരന്മാർ സഹോദരിമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം ഒത്തിരി മുറിയപ്പെട്ട ജീവിതങ്ങളുണ്ട്. അവർക്ക് സൗഖ്യം വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് ഇതുപോലെ സ്നേഹത്തെ നുകരുന്നവരായി തീരുക. ആ സ്നേഹം ഒരു തേൻ പോലെ വന്ന് നിങ്ങളുടെ മുറിവുകളെല്ലാം സൗഖ്യമാക്കും, ഹീലാക്കും, ആ സോളിനെ സൗഖ്യമാക്കും. ഒത്തിരി സ്നേഹബന്ധങ്ങൾ തകർന്നവരുണ്ട്, ജീവിതത്തിൽ സ്നേഹം കിട്ടാത്തവരുണ്ട്, ഇല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെങ്കിലും സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്. അതെല്ലാം തരാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന് കഴിയും സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മൾ ഈ സന്തോഷവും സമാധാനവും സ്നേഹവും ഒന്നും തേടി ഒരിടത്തും ഓടണ്ട. ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ആ സ്നേഹത്തെ നുകരുക, ആവോളം കുടിക്കുക. ഹല്ലേലൂയ. എത്ര വേണോ നമുക്ക് കുടിക്കാം. ഹല്ലേലൂയ. ധാരാളം ഉണ്ട്. നമ്മൾ കുടിക്കുന്ന നമ്മുടെ ദാഹത്തിനനുസരിച്ച് നമുക്ക് ആ സ്നേഹത്തെ നുകരാനായി കഴിയും. ഹല്ലേലൂയ. നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, പാപികളായതുകൊണ്ടാണ്. ഞാൻ പാപികളെ എത്ര വിളിപ്പാൻ വന്നത്. ഹല്ലേലൂയ. പാപികളായതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാം ഉള്ളവരായതുകൊണ്ടല്ല, കുറവുകൾ ഉള്ളവരായതുകൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഒരിക്കൽ പറഞ്ഞു,
നിന്റെ ബലഹീനതയിൽ എൻ്റെ ബലം തികയും, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മൾ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തു ബലഹീനതയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ നിറവ് വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയണം, കർത്താവേ, ഒരു കുഞ്ഞാടായി ആ ഹൃദയത്തോട് ചേർന്നിരുന്ന എനിക്ക് ആ സ്നേഹത്തെ നുകരണം, ആ അജഗണമായിട്ട് എനിക്ക് തീരണം. ചിന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ. ജീവൻ വെടിഞ്ഞും പ്രാണൻ ത്യജിച്ചും നിന്നെ കാത്തിടും നല്ലിടയൻ, നിന്നെ കാത്തിടും നല്ലിടയൻ. ഹല്ലേലൂയ. തൻ്റെ ജീവനെ കൊടുക്കുന്ന ഇടയനാണ് യേശു. ഹല്ലേലൂയ. എങ്ങനെയും സ്നേഹിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ആളല്ല. അതാ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നല്ലതായിട്ട് പോകുമ്പോൾ ഒത്തിരി പേര് നമ്മുടെ കൂടെ കാണും. എന്നാൽ ഒന്ന് താഴെ പോകുമ്പോൾ എല്ലാവരും പോയി, ആരെയും കാണാനില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. നല്ല രീതിയിൽ പോകുമ്പോൾ ധാരാളം കൂട്ടുകാരും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ചേർന്ന് നിൽക്കാനുണ്ടാവും. എന്നാൽ നമ്മളൊന്നുമില്ലാത്തവരായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ നിന്നവരൊന്നും കാണത്തില്ല, അവർ ഓടിക്കളയും. കാരണം അവരെ അത് ബാധിക്കുമല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏത് ഭാരത്തിലായിരുന്നാലും കർത്താവ് നിങ്ങളോട് പറയുന്നു, നിന്റെ ഭാരം എൻ്റെ കയ്യിൽ തന്നേക്ക്, നിന്റെ പ്രശ്നം എൻ്റെ കയ്യിൽ തന്നേക്ക്, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം എൻ്റെ കയ്യിൽ തന്നേക്ക്. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ആയിരിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ധൈര്യപ്പെടുക, ബലപ്പെടുക. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഒന്ന് സാമ്പത്തികം അല്ലേ? സാമ്പത്തികമായ വിഷയം എല്ലാവരുടെയും, കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം ഒന്നുകിൽ സാമ്പത്തികം, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി. ഇതെല്ലാം നമ്മളെ ഭാരപ്പെടുത്തുന്ന. നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കൊണ്ട് കടം തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വന്നു പോയത് നമ്മുടെ തെറ്റാണ്. ശരിയാണോ അല്ലയോ? നമ്മൾ വേണ്ടാത്തതിലൊക്കെ പോയി പെട്ടിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾ പറയണം, കർത്താവേ, ഇതുവരെ വന്നു പോയതെല്ലാം ക്ഷമിക്കണം. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നടന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നത്. എന്തു കാര്യം ഉണ്ടായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പറയണം. എന്നിട്ട് കർത്താവിനോട് പറയണം, അപ്പാ, ഇത് തീർക്കാൻ എനിക്ക് വകയില്ല. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം വഴികൾ തുറന്നു തരും. കർത്താവ് വാതിലുകൾ തുറന്നു തരും. ഹല്ലേലൂയ. എന്ത് ഭാരമുണ്ടായിരുന്നാലും ദൈവസന്നിധിയിലല്ലാതെ ഒരു മനുഷ്യനോട് നമ്മൾ ഷെയർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പ്രാർത്ഥിക്കുന്നവരോട് പറയാം കേട്ടോ, അല്ലാത്തവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നതിനേക്കാളേറെ നല്ലത് ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ വയ്ക്കുക, പ്രാർത്ഥിക്കുക. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു, ദൈവം അത് ചെയ്തു തരുമെന്ന് സന്തോഷത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ. നമ്മൾ വിഷമിച്ച് നടന്നിട്ട് എന്തേലും കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങൾ നടക്കുന്നതെന്ന് വയ്ക്കുക. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിങ്ങൾക്കുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ചിരിച്ചൂടെ? ഒരു ഇങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ലി ഇങ്ങനെ കേട്ടിട്ടുള്ളത്, കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. എന്നാൽ പിന്നെ ചിരിച്ചോണ്ടങ്ങ് മരിച്ചൂടെ? ഇവിടെ അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കരഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വരുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. ദൈവമക്കൾ എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. യേശുവിൽ സന്തോഷിപ്പിൻ നിങ്ങൾ. ഹല്ലേലൂയ. ലോകത്തിൽ സന്തോഷിക്കാനല്ല. ലോകത്തിൽ സന്തോഷം ഇല്ല, പിന്നെ എങ്ങനെ സന്തോഷിക്കാനായിട്ട്? ക്രിസ്തുവിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ആ സ്നേഹത്തിൽ നമ്മൾ വിശ്രമിക്കുക. ഹല്ലേലൂയ. ആ ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ തടസ്സമായിട്ടുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് മാറണം. ഹല്ലേലൂയ. അടുത്തൊരു ദിവസം ഉണ്ടെങ്കിൽ, അടുത്തൊരു മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇടയൻ്റെ ശബ്ദം കേൾക്കണം.
നമ്മുടെ മനസ്സ് ആ ഒരു ശാന്തതയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് തുടർച്ചയായി ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക, ഓരോ വ്യക്തികളോടും. പക്ഷെ അകത്ത് സ്ഥലമില്ല. ഹല്ലേലൂയ. ഒരു സ്ഥലം പോലും അകത്തില്ല. ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ മെഗാ ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ വെക്കും. ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ. അതുവരെ തിരക്കുണ്ടാവില്ല അവിടെ. എന്നാൽ അന്ന് ഈ ഡിസ്കൗണ്ട് സെയിൽ വെക്കുമ്പോൾ എല്ലാവരും അങ്ങ് വന്ന് കൂടി. നമ്മളൊന്ന് പോയാൽ കാൽ കുത്താൻ സ്ഥലമില്ലെന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളെല്ലാം വന്നിരിക്കുന്നത്. ദൈവത്തിനൊന്നും ഒരു വിരൽ വയ്ക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല. നിങ്ങൾ വിചാരിക്കരുത് പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് ഇത് കേൾക്കടി എന്ന് പറഞ്ഞ്. അങ്ങനെയൊന്നും പരിശുദ്ധാത്മാവ് നമ്മളെ ശബ്ദം കേൾപ്പിക്കില്ല. വളരെ ശാന്തതയോടെ സംസാരിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. വളരെ സോഫ്റ്റ് വോയിസിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ അത്രയും ക്വയറ്റ്നെസ് നമ്മുടെ അകത്തുണ്ടാവണം. ഹല്ലേലൂയ. അല്ലേ? ഒരു പിന്ന് ഇപ്പം ഞാനിവിടെ തറയിലിട്ടാൽ നിങ്ങൾ ആരും കേൾക്കില്ല പിന്ന് വീഴുന്ന ശബ്ദം. എന്നാൽ രാത്രി ആ പിന്നിട്ടാലും കേൾക്കാം. നിങ്ങൾ പകൽ അങ്ങനെ ക്ലോക്കിൻ്റെ ശബ്ദം കേൾക്കാറില്ല. സൂചി ഓടുന്ന ടിക് 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 കേൾക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾക്ക് രാത്രിയിലോ ഉറങ്ങാൻ നിങ്ങൾ കിടക്കുമ്പോൾ ക്ലോക്കിൻ്റെ ശബ്ദം കേൾക്കില്ലേ? നമ്മൾ കേൾക്കും അല്ലേ? ക്ലോക്കിൻ്റെ ശബ്ദം നമുക്ക് എന്തുകൊണ്ടാണ് പകൽ കേൾക്കാൻ പറ്റാത്തേ? എല്ലാ ശബ്ദവും കൂടി ഒന്നും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ നിശബ്ദമായിരിക്കുന്ന ആ സമയത്ത് ആ ക്ലോക്കിൻ്റെ നേരിയ സൂചി ഓടുന്ന ശബ്ദം പോലും നമുക്ക് കേൾക്കാമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സിന്റെ നിശബ്ദതയിൽ എത്രമാത്രം ദൈവശബ്ദം നമ്മൾ കേൾക്കും. ഹല്ലേലൂയ. ആ ഇടയന്റെ ശബ്ദം നിങ്ങൾ ഓരോരുത്തരും കേട്ടിരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ശാന്തമായി ഇരിക്കുക. ശാന്തമായി മനസ്സിനെ കൊണ്ടുവരിക. ആദ്യത്തെ ദിവസം ഇരിക്കുമ്പോഴേ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത് പതിയെ 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 10 മിനിറ്റ് ആണോ ആദ്യം ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ഇരിക്കണം. ആദ്യം 10 മിനിറ്റേ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കണം. അടുത്ത ദിവസം അത് 15 മിനിറ്റ് ആക്കി ഇരിക്കാമല്ലോ. അടുത്ത ദിവസം 20 മിനിറ്റ് ആവണം. മനസ്സിനെ ശാന്തമായി പരിശീലിക്കണം, ഒരു ചിന്തകളും കയറി വരാതെ. അങ്ങനെ ആവുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ ആ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അങ്ങനെ പരിശീലിക്കാമോ? ഇപ്പം ഇവിടെ നമ്മൾ ഇരുന്നില്ലേ ഒരു മിനിറ്റ്, ആ ഒരു സമയം നമ്മളൊന്നും ചിന്തിക്കാതിരുന്നില്ലേ? അതുപോലെ ദൈവസന്നിധിയിൽ ആരാധിച്ച ശേഷം നമ്മളൊന്ന് ഇരിക്കണം. ഹല്ലേലൂയ. ശാന്തമായിട്ട് ഒന്നും ചിന്തിക്കാതെ ദൈവം സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആ ഇടയൻ്റെ ശബ്ദം കേൾക്കാമല്ലോ നമുക്ക് ഇന്ന് മുതൽ. അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും എന്തൊക്കെയാണ് കേട്ടതെന്ന് പറയണം. എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് പറഞ്ഞ് നാളെ വേറൊന്നും പറഞ്ഞ് അങ്ങനെ പോയാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ഇടയൻ്റെ സ്നേഹം, ഇടയൻ്റെ ശബ്ദം എന്നെല്ലാം പറഞ്ഞ് നമ്മളത് കേൾക്കണം. ഒരു ഇടയൻ, വലിയ ഇടയൻ്റെ ശബ്ദം കേൾക്കണം. വിശ്വാസികളെ കേൾപ്പിക്കാൻ പരിശീലിപ്പിക്കണം. വേണ്ടേ? വേണം. ഹല്ലേലൂയ. ആ ഇടയൻ്റെ കാവൽ, ആ ഇടയൻ്റെ സംരക്ഷണം, ആ ഇടയൻ്റെ ശബ്ദം, ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നവരായി തീരണം. ആ ഇടയൻ്റെ സ്നേഹവും. ഹല്ലേലൂയ. വേണ്ടേ? ഒരു കുഞ്ഞാടായിട്ട് ആ മാറിൽ ചേർന്നിരുന്ന് കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഈ ഭൂമിയിൽ അറിയാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങളും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആ ഇടയൻ്റെ സ്നേഹം നിങ്ങൾക്ക് ഈ നാളുകളിൽ മനസ്സിലാക്കാനായി കഴിയട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെ